മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഞാൻ എൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ എല്ലാ ക്ലാസ്സുകളിലും പറയാറുണ്ട്, പ്രിപ്പറേഷൻ ഫോർ ലിവിങ് ഈസ് നോട്ട് ലൈഫ്, എക്സ്പീരിയൻസ് ഓഫ് ലിവിങ് ഈസ് ലൈഫ്. ജീവിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പല്ല ജീവിതം, ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകലാണ് ജീവിതം. ശരിക്ക് ഓരോ അനുഭവങ്ങളും അത് സുഖസമ്പൂർണമായ അനുഭവമാണെങ്കിലും ദുഃഖസമ്പൂർണമായ അനുഭവമാണെങ്കിലും മിശ്രാനുഭവങ്ങൾ ഉളവാക്കുന്ന അനുഭവങ്ങളാണെങ്കിലും എല്ലാം അനുഭവിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു ധന്യമായ അനുഭൂതി, അതൊരു പുസ്തകം വായിച്ചാലോ വിവരണങ്ങൾ കേൾക്കുന്നത് കൊണ്ട് മാത്രമോ അതിനെക്കുറിച്ചുള്ള ഒരു ചിത്രം കാണുന്നത് കൊണ്ടോ നമുക്ക് ലഭിക്കില്ല. കൈലാസത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതി കൈലാസത്തിലേക്ക് പോയ വ്യക്തി എഴുതിയ പുസ്തകത്തിലൂടെ നമുക്ക് ലഭിക്കില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഇന്ത്യയിൽ താമസിക്കുന്നവര്, കേരളത്തിൽ താമസിക്കുന്നവര്, അല്ലെങ്കിൽ വിദേശത്ത് താമസിക്കുന്നവരാണെങ്കിലും നാട്ടിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നാട്ടിൽ ജീവിക്കുമ്പോൾ സമയം കിട്ടുമ്പോഴെല്ലാം നിങ്ങൾ ചെറിയ ചെറിയ യാത്രകൾ നടത്തണം. ഗുരുവായൂർ അമ്പലത്തിലേക്ക് സാധിക്കുമെങ്കിൽ ഗുരുവായൂരിൽ തൊഴാൻ വേണ്ടി മാത്രമാകരുത് ഗുരുവായൂരിലേക്ക് പോകുന്നത്. ഗുരുവായൂരിലേക്ക് പോകുന്ന വഴിക്ക് തൃശ്ശൂർ ഇറങ്ങണം, തൃശ്ശൂർ റൗണ്ട് മുഴുവനും ഒന്ന് കറങ്ങണം, വലിയ തിരക്കൊന്നുമില്ലാത്ത വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് പോകണം. അവിടെ തിരുവമ്പാടി ക്ഷേത്രമുണ്ട്, ഒരു തിരക്കും ഇല്ല, ക്യൂ നിൽക്കണ്ട. പാറമേക്കാവ് അമ്പലമുണ്ട്, ആ തേക്കിൻകാട് മൈതാനമുണ്ട്, അവിടെ എല്ലാം ഒന്ന് കറങ്ങണം. അത് കഴിഞ്ഞ് ഗുരുവായൂരിൽ ചെല്ലണം, ഗുരുവായൂരിൽ ആനക്കൊട്ടിലുണ്ട്, അതൊന്ന് കാണണം. ഗുരുവായൂർ പ്രദേശം ഒന്ന് കറങ്ങണം. അങ്ങനെ കേരളത്തിനകത്ത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. കാസർഗോഡ് പോവുകയാണെങ്കിൽ പോകുന്നതിന് മുമ്പ് അവിടെ എന്തൊക്കെ കാണാനുണ്ടെന്ന് നോക്കണം. ഏതെങ്കിലും ഒരു ടാക്സിയോ ഓട്ടോയോ എടുത്ത് ആ പ്രദേശം ഒന്ന് കാണണം. നിങ്ങൾ കാസർഗോഡ് വരെ പോകാൻ, തിരുവനന്തപുരത്ത് നിന്നാണെങ്കിൽ കാസർഗോഡ് വരെ പോകാൻ ഏതാണ്ട് 14 മണിക്കൂറോ 15 മണിക്കൂറോ ചെലവഴിക്കുന്നുണ്ട്. അവിടെ നിന്ന് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വരാൻ 15 മണിക്കൂർ. കാസർഗോഡ് ഒരു വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ, ഒരു കല്യാണത്തിനാണെങ്കിൽ 2-2.5 മണിക്കൂർ. 2.5 മണിക്കൂറിന് വേണ്ടി 30 മണിക്കൂറിൽ കൂടുതൽ യാത്ര ചെയ്ത നിങ്ങൾ, യാത്രാ സമയവും അവിടെ ചെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തതുണ്ട്, അതെല്ലാം കാണണം. അതേപോലെ നമ്മൾ കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിൽ പോയിട്ട് ബുദ്ധിമുട്ടൊക്കെയുള്ള സ്ഥലമാണ്. എന്നാലും ഇന്ന് ഭാരതീയൻ ഒരൊറ്റ രാഷ്ട്രത്തിൻ്റെ മക്കളാണ് എന്ന നല്ല അനുഭൂതി ഉള്ളതുകൊണ്ട് വലുതായിട്ട് ആരും ആരെയും പറ്റിക്കില്ല. നമ്മൾ നേരത്തെ തന്നെ പരിചയമുള്ളവരുടെ അടുത്ത് ഏത് ഹോട്ടലാണ് നല്ലത്, ഏത് സ്ഥലമാണ് നല്ലത് എന്നെല്ലാം ചോദിച്ചിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ വലിയ അബദ്ധങ്ങൾ പറ്റില്ല. ഇത് മാത്രമല്ല, നമ്മൾ ട്രെയിനിൽ കയറിയാൽ, ഇന്നലെ ഞാൻ IRCTCയെ കുറിച്ച് പറഞ്ഞു, ഒത്തിരി പേര് അത്ഭുതകരമായിട്ടുള്ള കമന്റുകൾ എഴുതി. അങ്ങനെയുള്ള ടൂർ പാക്കേജ് അതിൽ പോയവരെ എനിക്കറിയാം. അവരൊക്കെ എത്ര സംതൃപ്തിയാണ് രേഖപ്പെടുത്തിയത് എന്നുള്ളത് എനിക്ക് വിവരിക്കാനേ പറ്റണില്ല. പലപ്പോഴും ട്രെയിനിൽ പോകുമ്പോൾ ആ ട്രെയിൻ ഒരു സ്ഥലത്ത് നിർത്തി അവിടെയാണ് ഇറങ്ങേണ്ടതെങ്കിൽ അവിടെ ഇറങ്ങി അവർക്ക് സ്ഥിരമായിട്ട് നല്ല ചായ കുടിക്കുന്നൊരു ഹോട്ടലുണ്ട്, അവിടുന്ന് ചായ കുടിച്ചു. നല്ല ബസ് പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടാവും, ആ ബസ്സിൽ കയറി
അവരെ സ്വീകരിക്കാൻ ഹോട്ടലിൽ ആൾക്കാരുണ്ടാവും. ഹോട്ടലിൽ പോയി താമസിച്ചു. അവർ നിങ്ങളെ അറിയിക്കും 3 മണിക്കൂറിനകം ഇറങ്ങണം, 2 മണിക്കൂറിനകം ഇറങ്ങണം. കുളി കഴിഞ്ഞു ഇറങ്ങി പോകേണ്ട സ്ഥലത്തിന്റെ ലിസ്റ്റ് തന്നിട്ടുണ്ടാവും. അവിടെ എല്ലാം നിങ്ങൾ പോയി. അപ്പൊ ശരിക്കും ജീവിതത്തില് 10, 50, 55, 60 വയസ്സ് വരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സാധിക്കുന്നിടത്തോളം ചെയ്യണം. അപ്പൊ ജീവിതം വെറുതെ ജീവിക്കാൻ വേണ്ടി പൈസ ഉണ്ടാക്കുന്ന ഒരു തയ്യാറെടുപ്പല്ല, ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകലാണ്. ഇപ്പൊ നല്ല ആരോഗ്യവും എനർജിയൊക്കെ ഉള്ള സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയായിട്ട് അല്ലെങ്കിൽ ഭർത്താവായിട്ട് കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ വരാനുള്ള പ്രായമായി എങ്കിൽ അവരുമായിട്ട് യാത്ര ചെയ്യാം. എന്നിട്ട് ഈ പ്രദേശങ്ങൾ മുഴുവനും കാണുക. ഇനി ഇത് കഴിഞ്ഞാൽ ഒരു 55, 60 വയസ്സായി വിചാരിക്കുക. പണ്ടൊക്കെ ഷഷ്ടിബ്ദപൂർത്തി എന്ന് പറഞ്ഞാൽ ജീവിത സായാഹ്നമാണ്. പക്ഷെ ഇപ്പൊ ഷഷ്ടിബ്ദപൂർത്തി എന്ന് പറഞ്ഞാൽ അത്ര വലിയ സായാഹ്നമൊന്നുമല്ല, നല്ല എനർജിയുള്ള സമയം തന്നെയാണ്. ഒരു 70, 75 വയസ്സ് വരെ സാമാന്യം നല്ല രീതിയിൽ വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ച് മദ്യപിക്കാതെ നല്ല രീതിയിൽ ഒരു ജീവിതമാണെങ്കിൽ ഈവൺ 60 വയസ്സ് കഴിഞ്ഞ് 75 വയസ്സ് വരെ 15 വർഷമുണ്ട്. ആ 15 വർഷം പെൻഷൻ ലഭിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പ്രൊവിഡന്റ് ഫണ്ടിന്റെ ഇൻട്രസ്റ്റ് കൊണ്ടോ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്ന വേളയിൽ നിരന്തരം ഭാര്യയും ഭർത്താവും തമ്മിൽ യാത്രയ്ക്ക് പോകണം. ഇന്നലെ ഞാൻ 1-2 പേരോട് സംസാരിച്ചപ്പോ അവർ പറയുകയുണ്ടായി, ഏതാണ്ട് 55, 60 വയസ്സ് കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവിന്റെ കൂടെ, ഭർത്താവ് ഭാര്യയുടെ കൂടെ യാത്രയ്ക്ക് പോകലാ നല്ലത്. അപ്പം മക്കളുടെ കൂട്ടത്തിൽ പോയാലുള്ള വലിയൊരു പ്രോബ്ലം, മക്കൾക്ക് മക്കളുടേതായിട്ടുള്ള രീതികൾ ഉണ്ടാവും. അവർ ഈ അൾട്രാ മോഡേൺ സിസ്റ്റത്തിൽ ജീവിക്കുന്നവരാണ്. അവർക്ക് പലപ്പോഴും നമ്മളുടെ വേവ് ലെങ്തുമായിട്ട് യോജിക്കാൻ പറ്റിയെന്ന് വരില്ല. നമ്മളോട് വേഗം എഴുന്നേക്കാൻ പറയും, വേഗം നടക്കാൻ പറയും, വേഗം ഭക്ഷണം കഴിക്കാൻ പറയും. നമുക്കിത് പലപ്പോഴും അവരുടെ താളത്തിനൊത്ത് നമ്മളെ നൃത്തം ചവിട്ടേണ്ടി വരുന്നൊരവസ്ഥയാവും. അവർക്ക് അവരുടേതായിട്ടുള്ള രീതികളും ഫോർമാലിറ്റികളും പ്രോട്ടോകോളുകളും അപ്രോച്ചുകളും ബിഹേവിയറുകളൊക്കെ ഉണ്ടാവും. അതൊന്നും നമുക്ക് ചിലപ്പോ ദഹിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ നമ്മൾ തന്നെത്താനെ യാത്രയ്ക്ക് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ പ്രായം നമ്മളെ അല്പം ഒന്ന് ഭയപ്പെടുത്തിയെന്ന് വരും. അതുകൊണ്ട് എനിക്കറിയാം, ഈ തിരുവനന്തപുരത്തെ കരമനയില് ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ 2 മക്കളാണുള്ളത്, പെൺകുട്ടികള്. അത്രയും നല്ല രീതിയിലല്ല, ഇഷ്ടംമാതിരി പൈസയുള്ള ആ വ്യക്തിക്ക് മക്കളുടെ വിവാഹം അതൊന്നും ഭംഗിയായിട്ട് നടത്താൻ സാധിച്ചില്ല. എന്നാൽ പൈസയ്ക്ക് യാതൊരു ക്ഷാമവും, കോടാനകോടി പ്രഭുവാണ്. അദ്ദേഹം വിദേശത്താണ് ജോലി ചെയ്തിരുന്നത്, തിരിച്ചു വന്നു. കുറേ ദിവസം ഈ ഭാര്യയും ഭർത്താവും മക്കളുടെ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് ദുഃഖിച്ചുകൊണ്ടിരുന്നു. കുറച്ച് കഴിയുമ്പോൾ അവർ തീരുമാനിച്ചു, നമുക്ക് ജീവിതത്തിൽ ഇങ്ങനെ പിൽഗ്രിമേജ് ഇങ്ങനെ ട്രാവൽ ചെയ്യാം. അവര് പ്രൈവറ്റ് കമ്പനികളെ അവർക്ക് കുറച്ച് ഭയമാണ്, ചിലപ്പോൾ നമ്മളെ പറ്റിക്കും. കൈലാസത്തിൽ പോയപ്പോൾ വിവേകാനന്ദ ട്രാവൽസുകാർ ഞങ്ങളെല്ലാവരെയും പറ്റിച്ചിരുന്നു. അപ്പൊ അതിനു പകരം നമ്മൾ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട സിസ്റ്റത്തിലൂടെ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നല്ല ഏജൻസിയിലൂടെ പോവുകയാണെങ്കിൽ അവർ നമുക്ക് വേണ്ടതെല്ലാം ചെയ്യും. ഇപ്പൊ അവര് ശരിക്ക് ദ്വാരകയിൽ പോയി വന്നു. 10 ദിവസം കഴിയുമ്പോൾ അവർക്ക് വീണ്ടും ഇൻഫർമേഷൻ കിട്ടി. അടുത്ത അവരുടെ ട്രിപ്പ് ഗുജറാത്തിലേക്ക്, മറ്റെവിടേക്കാണ്, ഈ വിക്രമശിലയിലേക്കും തക്ഷശിലയിലേക്കും പോകുന്ന വഴിയിലുള്ള യൂണിവേഴ്സിറ്റികൾ കാണലാണ്. തക്ഷശിലയിലേക്കല്ല, പോകുന്ന വഴിയിലുള്ള യൂണിവേഴ്സിറ്റികൾ കാണലാണ്. അവരതിനു പോയി. തിരിച്ചു വരുമ്പോഴത്തേക്കും അവര് ഈ മഹാരാഷ്ട്രയിലുള്ള കുറേ കാര്യങ്ങൾ കാണാനുള്ള ഇൻഫർമേഷൻ അവർക്ക് കിട്ടി. യാത്ര ഇന്ന ദിവസം ആരംഭിക്കുന്നു, വരാൻ തയ്യാറുണ്ടെങ്കിൽ അറിയിക്കുക. അവർ 2 പേരേ ഉള്ളൂ. കുറേ പൈസയും എടുത്തുകൊണ്ട്, ഒരു ചെറിയ ബാഗ് ഡ്രസ്സും എടുത്തുകൊണ്ട് അവർ ഈ യാത്രയാണ്. ഞാൻ അവരെ കണ്ടപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങളിപ്പോൾ അനുഭവിക്കുന്ന സന്തോഷത്തിനും സുഖത്തിനും ഒരു അതിരില്ല. അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഹാരാഷ്ട്ര മുഴുവനും കണ്ടിട്ട് വന്നു. എന്നിട്ട് ഇറങ്ങുമ്പോൾ അവർ ചോദിക്കും, അത്ര അടുത്ത ട്രിപ്പ് എങ്ങോട്ടാണ്?
ഇപ്പൊ ബംഗാളിലേക്കാണെന്ന് പറഞ്ഞാൽ ബംഗാളിലേക്കുള്ള യാത്രയാണ്. യഥാർത്ഥത്തിൽ യാത്ര തന്നെ ജീവിതമാകുന്നൊരവസ്ഥ. അത്രയും നിങ്ങൾ ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത്. മറ്റൊരുവനെ ആശ്രയിക്കാതെ, ഈവൻ മക്കളെയോ മരുമക്കളെയോ പോലും പരിധിക്കപ്പുറം ആശ്രയിക്കാതെ, അല്പം പ്രായമാകുമ്പോൾ നമ്മളുടെ ബിഹേവിയറിലും ചിന്തകളിലും ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾക്ക് അനുയോജ്യമായ ഒരു വിഭാഗം നമ്മുടെ കൂടെ ഉണ്ടാകുന്നൊരവസ്ഥയിൽ പിൽഗ്രിമേജ്, ഭാരതം കാണാനുള്ള ഒരു യാത്ര. അതിൽ ഋഷികേശിലൊക്കെ പോയിരുന്നു കഴിഞ്ഞാൽ എല്ലാം മറക്കും. ഗംഗാതീരത്ത് പോയിരുന്നു കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ ഒറ്റയ്ക്ക് പോകണമെങ്കിൽ ഒറ്റയ്ക്ക് പോവാം. ഹരിദ്വാറിലേക്കൊക്കെ അവിടെ പിന്നെ പേടിക്കാനൊന്നുമില്ല. ഇവിടുന്ന് നേരിട്ട് ട്രെയിനുണ്ട്. ഹരിദ്വാറിൽ ചെന്നിറങ്ങി 100 കണക്കിന് ആശ്രമങ്ങളുണ്ട്. ഒരു 10-200 രൂപ കൊടുത്താൽ നല്ല മുറി നമുക്ക് കിട്ടും. അവിടുന്ന് ഓട്ടോറിക്ഷ കയറിയാൽ ഋഷികേശിൽ പോവാം. എവിടേക്ക് പോകണമെങ്കിൽ ഓട്ടോറിക്ഷ 10, 40, 50, 60 രൂപ കൊടുത്ത് കഴിഞ്ഞാലുണ്ട്. ആരെയും ആശ്രയിക്കേണ്ട. യഥാർത്ഥത്തിൽ ഗംഗാനദീ തീരത്ത് കുറേ നേരം ഇരിക്കാം. അവിടെയുള്ള ക്ഷേത്രങ്ങൾ കാണാം. അവിടെ എല്ലാ രീതിയിലുള്ള ഭക്ഷണങ്ങളും ലഭ്യമാണ്. ശരിക്കും ജീവിതം ഞാൻ 4-5 പ്രാവശ്യം പോയി. എനിക്ക് തോന്നി ജീവിതത്തിൻ്റെ വളരെയധികം സായാഹ്നത്തിലെത്തുമ്പോൾ അവിടെ പോയിട്ട് കുറേ നേരം ഇരിക്കണം. ആരെയും ഭയപ്പെടണ്ട. പണ്ടത്തെ മാതിരി കെട്ടുകണക്കിന് കാശ് എടുത്തുകൊണ്ട് പോകണ്ട. ATM കാർഡ് ഉണ്ടെങ്കിൽ അത് മതി. അത് പോവാതെ നോക്കണം. അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് ജീവിതത്തിൽ എത്ര രസകരമായിട്ടുള്ളൊരു അനുഭൂതിയാക്കി മാറ്റാം. ധർമാർത്ഥ കാമമോക്ഷം എന്ന് പറയുമ്പോൾ ധാർമ്മികമായിട്ട് ജീവിച്ച് പൈസ ഉണ്ടാക്കി, ധാർമ്മികമായിട്ട് അർത്ഥം സമ്പത്തുണ്ടാക്കി, ധാർമ്മികമായിട്ട് ജീവിതത്തിലെ ആഗ്രഹങ്ങളെല്ലാം കഴിഞ്ഞ് ജീവിതത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ നിരന്തരം യാത്ര ചെയ്ത്, അതും ലളിതമായിട്ടുള്ള യാത്ര, ആഡംബരമില്ലാത്ത സിമ്പിൾ ഭക്ഷണം കഴിച്ചുള്ള യാത്ര, ഇങ്ങനെയുള്ള യാത്രയെല്ലാം ചെയ്ത് നമ്മളൊന്ന് ജീവിക്കുന്നു എന്ന് വിചാരിക്കുക. പലപ്പോഴും മക്കളുടെ കൂട്ടത്തിൽ യാത്രയ്ക്ക് പോകുമ്പോൾ നമ്മൾ അവർക്കും അവർ നമുക്കും ഒരു ഭാരമാവും. പക്ഷെ അങ്ങനെയില്ലാതെ നമ്മളുടെ ഇഷ്ടാനുസരിച്ചിട്ട്, എന്നാൽ നമുക്ക് ഫുൾ പ്രൊട്ടക്ഷൻ തരുന്ന വിധത്തിൽ ഒരു സംവിധാനം ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ ഈ ദേശത്തും വിദേശത്തുമുള്ള എല്ലാ മലയാളികളോടും, പ്രത്യേകിച്ച് എനിക്ക് താല്പര്യം ഹിന്ദുക്കളോട് പറയാനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർത്ഥയാത്ര എന്ന് പറയുന്നത് നമുക്കൊരു ഭാരതം കാണലാണ്. ഋഷികേശും ഹരിദ്വാറിലൊന്നും അമ്പലങ്ങളൊന്നുമില്ല, പ്രാർത്ഥനകളൊന്നുമില്ല, കുർബാനയും നൊവേനയും അങ്ങനെയുള്ളതൊന്നുമില്ല. ഒക്കെ സ്ഥലം കാണലാണ് നമ്മുടെ തീർത്ഥയാത്ര. ബദ്രീനാഥിലേക്ക് വണ്ടികളുണ്ട്. ഒരാളും ഒരിക്കലും നമ്മളെ പറ്റിക്കില്ല. ഒരു പരിധി വരെ വലിയ ആഡംബരവും മാലയും ഒന്നും കഴുത്തിലും കയ്യിലും കാലിലും ഒന്നും ഇല്ലെങ്കിൽ ആരും നമ്മളെ പറ്റിക്കില്ല. നല്ല ഭക്ഷണം ആരോട് ചോദിച്ചാലും തരും. എല്ലായിടത്തും ഓട്ടോറിക്ഷയുണ്ട്, എല്ലായിടത്തും ആശ്രമങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ജീവിക്കാൻ ആരംഭിക്കുന്നത് ഒരു പക്ഷേ ഈ പൈസ ഉണ്ടാക്കുന്ന ആ തത്രപ്പാടിൽ നിന്ന് ലാസ്റ്റ് പാർട്ടിലേക്ക് വരുമ്പോഴാണ്. പലപ്പോഴും അതാണ് ജീവിതമെന്ന് അപ്പോൾ മനസ്സിലാവും. എനിക്കിവിടെ എല്ലാം പോവാൻ ഭാഗ്യം കിട്ടിയ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്. കേരളത്തിൽ നടക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ അത്ര തന്നെ സേഫ്റ്റിയോടും സെക്യൂരിറ്റിയോടുകൂടിയും ധാരാളം നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ പോകാൻ സാധിക്കും, നടക്കാൻ സാധിക്കും. ഇന്നത്തെ ഭാരതവും കുറച്ചു കാലം മുമ്പുള്ള ഭാരതവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഭാരതം ഒരു എന്താ പറയുക, ഒരു ഒറ്റ സംസ്ഥാനം പോലെ ആയിരിക്കുകയാണ്. ഒരൊറ്റ ഭാഷ പോലെ, അറിയാവുന്ന ഭാഷ പറയാം. ഇതെല്ലാം നിങ്ങൾ ചെയ്യണം. യഥാർത്ഥത്തിൽ നാട്ടിലേക്ക് വരികയാണെങ്കിൽ ക്ലീവ്ലാൻഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എല്ലാ വർഷവും കുറേ വിദ്യാർത്ഥികൾ കേരളത്തിലേക്ക് വരുമായിരുന്നു. മുരളീധരൻ നായർ എന്ന സോഷ്യൽ വർക്ക്സ് ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസറാണ് കൊണ്ടുവരിക. അവർ 30 ദിവസം കേരളം മുഴുവനും കാണും. ജൂലൈ മാസത്തിലാണ് വരിക. അത് കഴിഞ്ഞ് 40 ദിവസത്തെ ടൂറാണ്. 25 ദിവസം കഴിയുമ്പോൾ ബാക്കി 15 ദിവസം അവരുടെ കൂട്ടത്തിലുള്ളവർക്ക് ഭാരതത്തിൽ എവിടെ വേണമെങ്കിലും പോകാൻ പെർമിഷൻ ഉണ്ട്. അതിൽ കുറേ പേര് ഇവിടേക്ക് പോകും, ഹിമാലയത്തിലേക്ക് പോകും, ഋഷികേശിലേക്ക് പോകും, ഹരിദ്വാറിലേക്ക് പോകും, പഞ്ചാബിലേക്ക് പോകുന്നവരുണ്ട്. അതുപോലെ തന്നെ ഓരോന്ന് കാണാനായിട്ട് പോകുന്നവരുണ്ട്. ലോഥൽ കാണാൻ പോകുന്നവരുണ്ട്. വിക്രമശീല പോലെ തന്നെയുള്ള യൂണിവേഴ്സിറ്റികൾ നളന്ദ കാണാൻ പോകുന്നവരുണ്ട്.
കാക്കതീയ രാജവംശത്തിൽ കാണാൻ പോകുന്നവരുണ്ട്, പാണ്ഡ്യവംശം, ചോള രാജവംശം, പല്ലവ വംശത്തിലെ ഓരോ ക്ഷേത്രങ്ങൾ കാണാൻ പോകുന്നവരുണ്ട്, കുംഭകോണത്തേക്കും രാമേശ്വരത്തിലേക്കും ചിദംബരത്തിലേക്കും പോകുന്നവരുണ്ട്. തന്നെത്താനെയാ പോകുന്നത്. ഞാനിത് പറഞ്ഞത് ഇതൊരു ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. ശരീരം തളർന്ന് കിടക്കയിൽ കിടക്കുന്നതിന് മുമ്പ് ഉള്ള ആരോഗ്യവും വെച്ചുകൊണ്ട് നമുക്ക് നല്ല ഏജൻസികൾ, ഇന്നലെ ഞാൻ പറഞ്ഞ ആ വരി ആവർത്തിക്കുന്നു, IRCTC പോലെയുള്ള ഏജൻസി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്ന ആ ലക്ഷ്യം, ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ആ ഒരു ലക്ഷ്യം മുമ്പിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ഇന്നത്തെ ജീവിതം പോലും നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കും. ഇന്നത്തെ ജീവിതം പോലും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നോക്കാം, നമ്മുടെ കുട്ടികളെ വളർത്താനും നല്ല സ്കൂളിൽ പഠിപ്പിക്കാനും ആ കുട്ടികൾക്ക് വേണ്ടി 100-ൽ 100 മാർക്ക് കിട്ടിയോ നോക്കാനും പാരൻസുമായിട്ട് വഴക്കിടാനും ആ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനും 1-2 കുട്ടികൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു മാതാപിതാക്കളായിരിക്കണം. ആ കുട്ടികളെ സന്തോഷിപ്പിക്കാനും ആ കുട്ടികൾക്ക് ഇറച്ചി കൊടുക്കാനും ചിക്കൻ കൊടുക്കാനും ആ കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങളും കമ്പ്യൂട്ടർ മേടിക്കാനും പിന്നെ കുറച്ച് കഴിയുമ്പോൾ വളരുമ്പോൾ അവൻ പെണ്ണിൻ്റെ പുറകെ പോകുന്നുണ്ടോ ആണിൻ്റെ പുറകെ പോകുന്നുണ്ടോ എന്ന് നോക്കാനും കല്യാണം കഴിച്ച് വിടുന്നത് വരെ സ്വസ്ഥമില്ലാത്തൊരവസ്ഥ എന്ന് പലരും പറയും. കല്യാണം കഴിച്ച് വിട്ടുകഴിഞ്ഞാൽ മക്കളുടെ കാര്യത്തിൽ അതിനേക്കാൾ കോംപ്ലിക്കേഷൻ. അവരുടെ കുട്ടിയെ നോക്കുക, അവരുടെ ഡെലിവറി നോക്കുക, അവര് ഓഫീസിലേക്ക് പോകുമ്പോൾ ഈ കുട്ടിയെ നോക്കാൻ ആയിട്ട് പിന്നെ ജീവിതം. ഇങ്ങനെയൊക്കെയുള്ള ആ തത്രപ്പാടിൽ നിന്ന് നമുക്കൊരു മോചനം വേണ്ടേ? മോക്ഷം എന്ന് പറയുന്നത് മോഹസ്യ ക്ഷയം മോക്ഷ എന്നാ പറയാ. അപ്പോൾ ആഗ്രഹങ്ങളൊക്കെ വിടിയുമ്പോൾ ഭാരതം കേരളം മുഴുവനും കാണാനായിട്ടുള്ള യാത്രയ്ക്ക് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.